നമസ്കാരം. ഇന്ത്യൻ രൂപ മരിക്കുന്നു. രാജ്യം സാമ്പത്തിക ദുരന്തത്തിലേക്ക്. വിദേശ നിക്ഷേപങ്ങൾ നാടുവിടുന്നു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി മാധ്യമങ്ങളിലും സാമൂഹ്യ ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുന്ന തലക്കെട്ടുകളാണിവ. ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ ഇടിയുന്നത് കാണുമ്പോൾ സാധാരണക്കാർക്കിടയിൽ ആശങ്കയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇന്ന് ഭാരതം പിന്തുടരുന്നത് വരാനിരിക്കുന്ന ആഗോള സാമ്പത്തിക പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു തന്ത്രപരമായ പുനഃക്രമീകരണമാണ്. അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ വലിയ രീതിയിലുള്ള കടക്കെണിയിലും വളർച്ചാ മുരടിപ്പിലും അകപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഡോളറിനെ അന്ധമായി പിന്തുടരുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ രൂപയുടെ മൂല്യം വിപണിയിലെ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് മാറാൻ അനുവദിക്കുന്നതിലൂടെ അമേരിക്കയുടെ സാമ്പത്തിക അസ്ഥിരത ഇന്ത്യയിലേക്ക് പടരാതിരിക്കാനുള്ള ഒരു കവചമാണ് റിസർവ് ബാങ്ക് ഒരുക്കുന്നത്. രൂപയുടെ മൂല്യത്തിൽ വരുന്ന ഈ നേരിയ കുറവ് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്നതോടെ ചൈന പണ്ട് പ്രയോഗിച്ച അതേ തന്ത്രത്തിലൂടെ ആഗോള വിപണി പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇതിനു പുറമെ എണ്ണ ഇറക്കുമതിക്കായി ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ റഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുമായി രൂപത്തിൽ നേരിട്ട് വ്യാപാരം നടത്തുന്ന ഡി ഡോളറൈസേഷൻ എന്ന പ്രക്രിയയ്ക്ക് ഭാരതം തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ രൂപയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. സാമ്പത്തിക സുരക്ഷയുടെ ഭാഗമായി ഭാരതം നടത്തുന്ന മറ്റൊരു പ്രധാന നീക്കം സ്വർണ്ണ ശേഖരം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിദേശ ബാങ്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം തിരികെ നാട്ടിലെത്തിക്കുന്നതിലൂടെ ഏതൊരു ആഗോള പ്രതിസന്ധിയെയും നേരിടാനുള്ള കരുത്ത് ഭാരതം ആർജിക്കുന്നു. കേവലം കടലാസ് കറൻസികളെ വിശ്വസിക്കാതെ യഥാർത്ഥ ആസ്തികളിൽ നിക്ഷേപിക്കുന്ന ഈ ദീർഘവീക്ഷണം ഇന്ത്യയെ സുരക്ഷിതമായൊരു കോട്ടയായി മാറ്റുന്നു. ഹ്രസ്വകാല ലാഭം നോക്കി വരുന്ന വിദേശ നിക്ഷേപകരെയല്ല, മറിച്ച് രാജ്യത്തെ വ്യവസായങ്ങൾ തുടങ്ങാൻ താൽപ്പര്യമുള്ള ദീർഘകാല നിക്ഷേപകരെയാണ് ഇന്ന് ഇന്ത്യ സ്വാഗതം ചെയ്യുന്നത്. ചുരുക്കത്തിൽ ജർമ്മനിയും ജപ്പാനും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമ്പോഴും ഇന്ത്യ 7% മുകളിൽ വളർച്ചാ നിരക്ക് നിലനിർത്തുന്നത് നമ്മുടെ സാമ്പത്തിക നയങ്ങളുടെ വിജയമാണ്. ഡിജിറ്റൽ ഇടപാടുകളിൽ ലോക നേതൃത്വം കൈവരിച്ചതും അടിസ്ഥാന സൗകര്യം വികസനത്തിൽ നടത്തുന്ന വൻ നിക്ഷേപങ്ങളും ഭാരതത്തെ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി മാറ്റുകയാണ്. 2026 ആകുമ്പോഴേക്കും ഡോളറിൻ്റെ ആധിപത്യം കുറയുകയും ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഫലമായി രൂപ ഒരു സുസ്ഥിരമായ ആഗോള കറൻസിയായി മാറുകയും ചെയ്യും. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഉലച്ചിൽ മുൻകൂട്ടി കണ്ട ഇന്ത്യ ഒരു നിഷ്ക്രിയ ഇരയായി നിൽക്കുകയല്ല, പകരം ബഹുമുഖവും ദീർഘവീക്ഷണവുമുള്ളതുമായ സാമ്പത്തിക തന്ത്രങ്ങളാണ് രാജ്യം നടപ്പാക്കുന്നത്. ഇതിനെ ഒരു തന്ത്രപരമായ പുനഃക്രമീകരണം എന്ന നിലയിലാണ് സാമ്പത്തിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. $700 ബില്യൺ വിദേശ നാണ്യ ശേഖരമുള്ള ഇന്ത്യക്ക് രൂപയുടെ മൂല്യം കൃത്രിമമായി നിലനിർത്താൻ സാധിക്കും. എന്നാൽ തകർച്ചയുടെ വക്കിലെത്തിയ ഡോളറുമായി രൂപയെ കെട്ടിപ്പിടിക്കുന്നത് അപകടകരമാണെന്ന തിരിച്ചറിവാണ് റിസർവ് ബാങ്ക് വഴക്കമുള്ള ഇടപെടൽ എന്ന നയം സ്വീകരിച്ചത്. ഡോളറിനെ താങ്ങാൻ വിദേശ നാണ്യ ശേഖരം ചെലവഴിക്കുന്നത് അമേരിക്കയുടെ പണപ്പെരുപ്പം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് തുല്യമാണ്. രൂപയുടെ മൂല്യം കുറയുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ വിലക്കുറവ് സൃഷ്ടിക്കുന്നു. അതോടെ കയറ്റുമതി വർദ്ധിക്കുകയും ആഭ്യന്തര ഉൽപ്പാദനം ശക്തിപ്പെടുകയും ചെയ്യുന്നു. ചൈന വർഷങ്ങളായി പ്രയോഗിച്ച തന്ത്രത്തിൻ്റെ ഇന്ത്യൻ പതിപ്പാണിത്. കടലാസ് കറൻസികളിലേക്കുള്ള വിശ്വാസം കുറയുന്ന സാഹചര്യത്തിൽ സ്വർണം ഏറ്റവും സുരക്ഷിതമായ ആസ്തിയായി മാറുന്നു. ഇത് മനസ്സിലാക്കി ഇന്ത്യ 800 ടണ്ണിലധികം സ്വർണം ശേഖരിച്ചു. വിദേശ ബാങ്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവന്നതും ഈ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായാണ്. ചുരുക്കത്തിൽ രൂപയുടെ മൂല്യത്തിലുള്ള ചാഞ്ചാട്ടം ഒരു ദൗർബല്യത്തിൻ്റെ അടയാളമല്ല, മറിച്ച് മാറുന്ന ആഗോള സാമ്പത്തിക ലോകക്രമത്തിൽ ഇന്ത്യ സ്വീകരിച്ച ദീർഘവീക്ഷണമുള്ള തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമാണ്. കടത്തിലധിഷ്ഠിതമായ കൃത്രിമ വളർച്ച തകർന്നു വീഴുമ്പോഴും ഉൽപ്പാദനത്തിലും മനുഷ്യശേഷിയിലും അധിഷ്ഠിതമായ ഇന്ത്യയുടെ ശക്തി ലോകം തിരിച്ചറിയും. ഇതൊരു അന്ത്യത്തിൻ്റെ തുടക്കമല്ല, മറിച്ച് ഭാരതത്തിൻ്റെ യുഗത്തിൻ്റെ ഉദയമാണ്.